ഇന്ന് ഞായറാഴ്ചയാണ്. രാവിലെ എണീറ്റു. രാവിലെ എന്ന് വെച്ചാൽ ഒരു 11 മണി 11:30 12 മണിയാവാറായി. അമ്മ ചോറുണ്ടാക്കി വെച്ചിട്ടുണ്ടായി, കൂർക്കത്തോരനും വെച്ചിട്ടുണ്ടായി. അത് കണ്ടപ്പോൾ സന്തോഷമായി. ഈ കുറച്ച് നാളത്തേക്ക് കൂർക്കയും കപ്പയും ഇവിടെ ഉണ്ടാവും എന്നാണ് ഇതിനർത്ഥം. കുട്ടികളും കുഴപ്പമില്ലാണ്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകമൊരു അന്തരീക്ഷം, വെയിലൊക്കെ ഒരു അന്തരീക്ഷം. ഇറക്കി വിട്ടൊക്കെ പുറത്തോട്ട് പോവും. പുറത്തേക്ക് പോവില്ലല്ലോ അല്ലേ? വാതിൽ തുറക്കട്ടെ. ബാബാ ഈ ചുരുട്ട് വെച്ചേക്കുന്ന സാധനം അഴിച്ചെടുക്കലാണ് ഇനിയൊരു മതിയായ പാട്. ചെറുതായിട്ടൊന്ന് മടങ്ങിയാൽ പോലും വെള്ളം അപ്പം തന്നെ സ്റ്റക്കാവും. പിന്നെ വെള്ളം വരില്ല. പിന്നെ ഒരുപാട് നീളമുണ്ട്. അതുകൊണ്ട് ഇത് ശരിയാക്കാൻ വേണ്ടി പിന്നെയും പോയ സ്ഥലത്തുനിന്ന് ചുരുങ്ങിയ സ്ഥലത്തേക്ക് തിരിച്ചു വരേണ്ടി വരും. എനിക്ക് കോഴിക്കുട്ടികളെ നോക്കാമെന്ന് വെച്ചാൽ അവരുടെ അടുത്തേക്ക് പോയി. ഒരു കോഴി ആദ്യമേ ചത്തുപോയായിരുന്നു. പിന്നെ ആഴ്ച ദിവസം ഒരു കോഴീനെ കാണാണ്ടായി. ഇനി ആകെ ബാക്കി 9 കോഴികൾ മാത്രമേ ഉള്ളൂ. അവരൊത്തിരി ദൂരത്തേക്കൊന്നും പോകില്ല. പക്ഷേ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പഠിപ്പിക്കാത്തതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കാമെന്നുള്ളൂ. ഇതും ഒരു കൈൻഡ് ഓഫ് പെക്കാപ്പി പോലെയാണെന്ന് തോന്നുന്നു. എന്ത് കിട്ടിയാലും കഴിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ഇതുങ്ങൾക്കൊക്കെ ഫുഡ് കഴിച്ച് നോക്കിക്കഴിഞ്ഞപ്പോഴാണ് വെള്ളമൊക്കെ ഒരു ഫുള്ള് തട്ടി മറിച്ചിട്ടേക്കാണ്. ഇവർക്കിടെ ഈ വെള്ളം നിറക്കൽ തന്നെ ഒരു ബുദ്ധിമുട്ടുള്ള പണിയാണ്. അവരുടെ ബക്കറ്റിൽ വെള്ളം നിറക്കണ പോരാതെ വേറൊരു ചെറിയ പാത്രമുണ്ട്, അതിനകത്തും കൂടി വെള്ളം നിറച്ച് വയ്ക്കും. അങ്ങനെ എല്ലാവരും കഴിക്കാനൊന്ന് സമാനമായിട്ട് നോക്കിയപ്പോൾ ഇവന്മാരൊക്കെ ഇറങ്ങി നിൽക്കുകയാണ്. ഇറങ്ങിയിട്ട് പക്ഷേ ഇവരെ മാത്രം ആരും ഇറക്കിയിട്ടില്ല. ഇറങ്ങുന്നുണ്ടോ? വെറുതെ ഇറങ്ങാത്ത ആരും അവിടെ എന്ത് ഇയാളി കാണാൻ എന്തിനാ കൊട്ടണേ? കൊട്ടണോണ്ടാണ് ആരും കൂട്ടുകൂടാത്തത്. അപ്പോ ഫുഡ് കൊടുക്കാം. എല്ലാവരും ഞാൻ കല്ലൊക്കെ കൊത്താണ്. ഒന്നും മഞ്ഞില്ല. വാ, ഇത് കഴിച്ചിറങ്ങിയോണ്ട് പുറത്തേക്ക് ഇറങ്ങിയാണ് ചോദിച്ചു. നിങ്ങൾ വെള്ളം കൊടുക്കുന്നുണ്ട് ഇവിടെ. വിളിച്ചാലും വിളിയേക്കില്ല. അപ്പൊ പാടങ്ങൾ കഴിച്ചു. എന്നെ കൊത്തുന്നതാ ഇതൊരു ദുഷ്ടനാണ് എനിക്ക് തോന്നുന്നത്. അയ്യോ, പൂച്ച പിടിച്ചു ഇതിന്. ഇത് ചത്തോടെ കുഞ്ഞാവ. ഇതിനെ പിടിച്ചു നെക്കി കടിച്ചിട്ട് ചോര വരികയാണ്. പൂച്ച പിടിച്ച് ചത്തുപോയതാണ്. അപ്പം ആദ്യം കാണാണ്ടായ കോഴീനെയും ആ പൂച്ച തന്നെയാണ് പിടിച്ച് കൊന്നു.